എങ്ങനെയാണ് അങ്ങനെ ഒരു ധാർമ്മികമായ ഒരു സംഭവത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ചോദ്യം. ഈ മന്ത്രിക്ക് പരിക്ക് പറ്റി അതിന് വലിയ ഹൈപ്പ് കൊടുത്തതിന് പിന്നിലുമൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ അനാസ്ഥ ഇങ്ങനെ കിടക്കുമ്പോഴാണ് സ്വകാര്യ മേഖലകളെ സംരക്ഷിക്കാനുള്ള നീക്കം എന്ന് വെറും ഒരു വാക്കുകൊണ്ട് CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ആവശ്യത്തിന് ജീവനക്കാരെ എടുക്കുന്നില്ല? അതിലെങ്കിലും സർക്കാരിന് ശ്രദ്ധ ചെലുത്താമല്ലോ. നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ വലിയ ചർച്ചയാണ്. സംസ്ഥാനത്തത് വെറും ചർച്ചയല്ല, വലിയ രാഷ്ട്രീയ പോര്. യഥാർത്ഥത്തിൽ വീണ ജോർജിന് പരിക്കേറ്റിരുന്നു. അതിനുള്ള ഉത്തരം ഇപ്പോഴും കാണാമറയത്താണ്. ആരോഗ്യമേഖലയെയും ആരോഗ്യമന്ത്രിയെയും ലക്ഷ്യം വെക്കുന്നത് സ്വകാര്യ ആരോഗ്യ കുത്തകകളെ സംരക്ഷിക്കാനെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇത് ശരിയാണ്. KSUവിന്റെ പ്രതിഷേധ സമരത്തെ അക്രമമാക്കി മാറ്റിയത് ഒരു ഗൂഢാലോചനയാണോ എന്ന ചോദ്യവും ഉയരുന്നു. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവില്ലല്ലോ. ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ശ്രീജ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതിഷേധം, അതായത് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ സംസ്ഥാനത്ത് കാണുന്നത്. അത്ര വലിയ പ്രതിഷേധം അടിക്ക് തിരിച്ചടി എന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയാണ്. ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഇരുവിഭാഗങ്ങളും ആരോപിക്കുന്നതും നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ വീണ ജോർജിന് പരിക്കേറ്റിരുന്നോ എന്നുള്ള സംശയം ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ നിന്നൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല. അതിൽ നിന്ന് വ്യക്തതയുമില്ല. യഥാർത്ഥത്തിൽ പരിക്കേറ്റിരുന്നു, അതിൽ മന്ത്രിയുടെ ഒരു അഭിനയമാണ് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റും? ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന തരത്തിലുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടികൾ, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മന്ത്രിക്ക് നേരെ പ്രതിഷേധം നടന്നു. അതിന് പിന്നിലും ഈ മന്ത്രിക്ക് പരിക്ക് പറ്റി അതിന് വലിയ ഹൈപ്പ് കൊടുത്തതിന് പിന്നിലുമൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും കാണേണ്ടി വരുമെന്ന് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നുള്ളതാണ്. അഖില പറഞ്ഞതുപോലെ വലിയ അക്രമങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ അങ്ങ് പോവുകയാണ്. പ്രതിയായിട്ടുള്ള ബിതുലിൻ്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയുകയാണ്. ബിതുലിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. അവരെന്ത് പിഴച്ചു? അപ്പോൾ സാധാരണക്കാരായുള്ള ഒരുപാട് ആളുകൾ ബാധിക്കപ്പെടുന്നു എന്നുള്ളതൊരു വലിയൊരു വിഷയം തന്നെയാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തുപയോഗം? അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. CPM തന്നെ പറയുകയാണ്, സ്വകാര്യ ആരോഗ്യ കുത്തകകളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുന്നു. ഇത്ര സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. കത്രികയായും പഞ്ഞിക്കെട്ടുമായും ഒപ്പം ഈ ഗൈഡ് വയറുമൊക്കെയായി നമ്മുടെ സാധാരണക്കാരായവരുടെ ശരീരത്തിൽ തീരാവേദനയായി ആരോഗ്യ മേഖലയിൽ അനാസ്ഥ ഇങ്ങനെ കിടക്കുകയാണ്. ആ അനാസ്ഥ ഇങ്ങനെ കിടക്കുമ്പോഴാണ് സ്വകാര്യ മേഖലകളെ സംരക്ഷിക്കാനുള്ള നീക്കം എന്ന് വെറും ഒരു വാക്കുകൊണ്ട് CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യ മേഖല വലിയ തകർച്ച നേരിടുന്നതാണ്. അതായത് എത്ര പദ്ധതികളാണ് നമുക്ക് നിലച്ചു പോയത്. നമ്മൾ ഇപ്പോൾ കണക്കുകൾ പറയുകയാണെങ്കിൽ 8,000-ലധികം കോടി രൂപ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ആരോഗ്യ മേഖലയിൽ സർക്കാർ ചെലവാക്കി. ശരിയാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അതിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പൊതു ആരോഗ്യ സംവിധാനം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത്രയും തുക ചെലവാക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ സർക്കാർ കണക്കുകൾ അനുസരിച്ച് 2,45,000 അല്ലെങ്കിൽ 2.5 ലക്ഷത്തോളം ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞ 5 വർഷങ്ങളിനിടെ നടന്നു എന്നാണ് കണക്ക്. ശരിയാണ്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഇത്രയും ശസ്ത്രക്രിയകൾ നടന്നപ്പോൾ ചിലതിൽ മാത്രമല്ലേ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായുള്ളൂ എന്ന് വേണമെങ്കിലും ചോദിക്കാം. ആരോഗ്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ ഞാനല്ലല്ലോ ശസ്ത്രക്രിയ നടത്തിയത് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് അങ്ങനെ ഒരു ധാർമ്മികമായ ഒരു സംഭവത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ചോദ്യം. പിന്നെ KSU എന്തിന് ഈ പ്രതിഷേധം നടത്തുന്നു ആരോഗ്യ മേഖലയ്ക്കെതിരെ എന്നുള്ളത് സ്വാഭാവികമായി വരുന്ന ചോദ്യമാണ്. അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഒരു പ്രതിഷേധം നടത്തി, അതിപ്പോൾ യുവജന സംഘടനകളൊക്കെ നടത്താം, ഒരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ
പോലീസുകാരുടെ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ആരോഗ്യമന്ത്രി പ്രതിഷേധക്കാരാണെങ്കിൽ 5 പേരും പരിക്കേറ്റു. ശരി, അതും നമ്മൾ സമ്മതിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റാം. കാരണം ഒരു സ്വാഭാവികമായും ഒരാൾക്ക് പരിക്കേൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അവർക്കൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം. പക്ഷേ അതിന് വേറൊരു രാഷ്ട്രീയ മാനങ്ങൾ നൽകി സംസ്ഥാനം ഒരിക്കലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത തരത്തിൽ സ്വകാര്യ കുത്തകളെ സംരക്ഷിക്കുകയാണ് എന്നുള്ള തരത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നതിന് പിന്നിൽ ആരോഗ്യ മേഖല ഇപ്പോൾ നേരിടുന്ന ഈ വിവാദങ്ങൾ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അഖില. അത് തന്നെയാണ് ഞാനും ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ പറയുന്നുണ്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു, വലിയ വലിയ കാര്യങ്ങൾ അവർ എണ്ണി പറയുന്നത് കേട്ടു. പക്ഷേ ഈ പറയുന്ന പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ അത്ര കണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടോ എന്നുള്ളത് ചോദ്യമായി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയണം. അത് ഒരിക്കലും ഡോക്ടർമാരുടെയോ ജീവനക്കാരുടെയോ കുറ്റമല്ല. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവരിലേക്ക് മാത്രമായി പ്രശ്നങ്ങളെ ചുരുക്കുകയാണ്, അവരിലേക്ക് മാത്രമായി ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. അവരുടെ സമ്മർദ്ദം കൊണ്ട് ഒരു പക്ഷേ മനുഷ്യരാണ്, തെറ്റു വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഞാനത് ന്യായീകരിക്കുകയല്ല. എങ്കിൽ കൂടി ഞാൻ സർക്കാർ ആശുപത്രിയിൽ എൻ്റെ അച്ഛനൊക്കെ വേണ്ടി പേഴ്സണലായിട്ടൊക്കെ ചികിത്സ തേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരിട്ട് കണ്ടയാളാണ്, മനസ്സിലാക്കിയ ആളാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ വേണ്ടത്ര ജീവനക്കാരില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തുകൊണ്ട് ആവശ്യത്തിന് ജീവനക്കാരെ എടുക്കുന്നില്ല? അതിലെങ്കിലും സർക്കാരിന് ശ്രദ്ധ ചെലുത്താമല്ലോ. ഉപകരണങ്ങളുടെ അപര്യാപ്തത ഇപ്പോഴും ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും കിട്ടുന്നില്ല. പിന്നെ ജനറൽ ഹോസ്പിറ്റലൊക്കെ പോയാൽ നമുക്ക് കാണാം പഴയ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ കിടക്കുകയാണ്. അത് എന്തുകൊണ്ട് നവീകരിച്ചുകൂടാ? നവീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താമായിരുന്നില്ല. അപ്പോൾ സർക്കാരിന് പറ്റും, പക്ഷേ അത് ചെയ്യുന്നില്ല. എപ്പോഴും അത് ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ വേണം. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ടതും. വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ മാത്രമല്ല. ശ്രീജ ഓർക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയും സംഘവും കൂടി ചേർന്ന് നവകേരള യാത്ര നടത്തിയത് ഓർക്കുന്നില്ലേ? അന്ന് പക്ഷേ പ്രതിഷേധിച്ചവരെ DYFI പ്രവർത്തകർ ചെടിച്ചട്ടി കൊണ്ട് ആക്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് നമ്മൾ മറക്കാൻ പാടില്ല. അതായത് അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു. പക്ഷേ കാലങ്ങൾ ഇങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിച്ച് ഈ കോൺഗ്രസ് ഓഫീസുകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വ്യാപകമായി തകർക്കപ്പെട്ടു. ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോംബേറ് അത്തരത്തിൽ വലിയ ആക്രമം എല്ലായിടത്തും അഴിച്ചുവിടുകയാണ്. പക്ഷേ അങ്ങനെ അക്രമം അഴിച്ചുവിട്ടിട്ടും ഇപ്പോഴും ആ തരത്തിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുക, അതായത് മൂന്നാം സർക്കാർ വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഓക്കെ, എന്ത് തന്നെ ആയാലും കുറേ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീരെ അങ്ങ് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. കാരണം ആരോഗ്യ മേഖലയിൽ തന്നെ അവയവമാറ്റ ആശുപത്രിയും ക്യാൻസർ റിസർച്ചും ഒക്കെയായി ബന്ധപ്പെട്ട് RCCയിൽ പുതിയ കെട്ടിടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ പലയിടത്തും അതിൻ്റെ അപര്യാപ്തത നമ്മൾ ഹാരിസ് ചിറക്കലിൽ കൂടി കേട്ടതാണ്. അതിന് പിന്നാലെ എത്ര പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ ഉഷാ ജോസഫിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ തന്നെ അവർ പറഞ്ഞത് അവിടെ ആവശ്യമായ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതും ഒരു വലിയ അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രതിസന്ധി ഉണ്ടായി. നെടുമങ്ങാട് ആശുപത്രിയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഡോക്ടർക്ക് വീഴ്ച പറ്റി. അത് ഒരു പൂർണ്ണമായും ഒരു ഡോക്ടറെ അങ്ങനെ നമുക്ക് അവർക്ക് വീഴ്ച പറ്റിയ ശ്രീജ നേരത്തെ പറഞ്ഞ പോലെ പരാമർശിക്കാൻ കഴിയുമോ എന്നുള്ളതും ഒക്കെ പ്രശ്നമാണ്. ഇനി പ്രതിഷേധത്തിന് ഒരു അതിർവരമ്പ് നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീ എന്നുള്ളത് വിടട്ടെ, വീണ ജോർജ് മന്ത്രി എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നില്ല, സ്ത്രീ എന്നുള്ളതും പരിഗണിക്കുന്നില്ല. പക്ഷെ ഒരു സാധാരണ അയാൾക്കൊരു സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എല്ലായിടത്തും പോകാം, ഒരു സുരക്ഷാ സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഒരു പൊതു ഇടത്തിൽ അക്രമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ പൊതുസമൂഹം ആ സ്ത്രീക്ക് വേണ്ടിയുള്ള പിന്തുണ തന്നെയാണ് നൽകുക. അതാണ് ഒരു തരത്തിൽ വീണ ജോർജിന് ഒപ്പം ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ CPM പ്രവർത്തകരും അനുകൂലികളും അതിനെ മറ്റൊരു തരത്തിൽ വീണ ജോർജ് തരത്തിലേക്ക് മാറ്റി. കഴുത്തിൽ ക്ഷതം ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ ആ ക്ഷതം ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. കാരണം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ അതെങ്ങനെയാണ് ഇനി ഈ ക്ഷതം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത്. ഒരുപക്ഷെ അഖില ഈ പറഞ്ഞതുപോലെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. അത് നമ്മൾ ദൃശ്യങ്ങളിൽ ഇതുവരെ കണ്ടതാണ്. നമ്മൾ കണ്ടല്ലോ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ ഇനാമൊക്കെയാണ്. ഒരു പവൻ 1 ലക്ഷം രൂപ ദൃശ്യം കൊണ്ടുവരികയാണെങ്കിൽ അത്ര വലിയ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങൾ ഒന്നും തന്നെ അതുകൊണ്ട് കാണുന്നില്ല. പക്ഷെ എന്ന് കരുതി അവർക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം ഒരുപക്ഷെ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായപ്പോൾ കഴുത്തുളുക്കിയതാകാം. ഇപ്പോൾ ഒരു കളിയാക്കലായി കൂടി ഇത് അവതരിപ്പിക്കുന്നു എങ്കിൽ കൂടി
അല്പമൊക്കെ 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കൊക്കെ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, അതൊരു കുറ്റമായി കാണുന്നില്ല. പക്ഷേ എന്നാലും ഇതൊരു വലിയൊരു ഹൈപ്പിലേക്ക് ഇത് പോയപ്പോഴാണ് സംഭവം കയ്യിൽ നിന്ന് പോയത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ ഈ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾ മന്ത്രിമാർക്കെതിരെ നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടില്ലേ? ഉമ്മൻചാണ്ടി നെറ്റിപൊട്ടി നിന്നിട്ടില്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ അക്രമങ്ങളായി മാറിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ചർച്ച ചെയ്യപ്പെടണം, പൊതുസമൂഹത്തിലേക്ക് അതെങ്ങനെ എത്തണം? ഇപ്പോൾ ഈ നമ്മൾ പറയുന്നു വീണ ജോർജ് അഭിനയിച്ചു എന്ന് ചില കോണുകളിലെങ്കിലും അവർ നല്ല നടിയാണ് എന്ന തരത്തിലൊക്കെ വലിയ പ്രതികരണങ്ങൾ വന്നു. അത് നമ്മൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതൊരു ആശാസ്യമായ ഒരു പ്രവൃത്തിയുമല്ല. മനുഷ്യനാണ്, എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യനാണ്. അപ്പൊ അവരുടെ വികാരങ്ങൾ നമ്മൾ മാനിക്കുക തന്നെ വേണം. കളിയാക്കലുകൾ പാടില്ല. പരാമർശങ്ങൾ അവരൊരു നല്ല നടിയാണ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തെ, അതായത് ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ത് തന്നെയാണെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ക്ഷതം സംഭവിക്കുന്ന തരത്തിൽ. അത് നേരിട്ടുള്ള ആക്രമണമാണോ അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മൾ KSU പ്രവർത്തകരോട് ഉണ്ടാക്കി എന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം സ്വാഭാവികമായും KSUവിനുണ്ട്. അത് തന്നെയാണ് PD സതീശൻ ആദ്യം പറഞ്ഞത്. അവർ നേരിട്ട് ആക്രമിച്ചിട്ടില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വസ്തുത ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നമ്മൾ അങ്ങനെ സമ്മതിക്കുന്നു. അപ്പോൾ ഈ ആക്രമം എങ്ങനെ, അതായത് നമ്മൾ ഏത് പരിധി വരെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അഭിനയമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 2013 ഉമ്മൻചാണ്ടിക്ക് ഇതേ പരിക്ക് പറ്റിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപ്പുകൂട്ടി പറയാൻ പറ്റുന്ന കള്ളം വേണ്ടേ നമ്മൾ പുറത്ത് പറയേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമല്ലേ കൊടുക്കേണ്ടത് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കാലങ്ങൾ ഇപ്പോൾ മാറിയപ്പോൾ ഇത് ചാവേർ ആക്രമണമായി, അത് വീണ ജോർജിനെതിരെയുള്ള കൊലപാതക ശ്രമമായി. 5 KSU പ്രവർത്തകർ കരിങ്കടിയും കൊണ്ടാണ് വന്നത്. അവർക്ക് മാരകായുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. KSU അത്ര മാരകമായ ഒരു പ്രതിഷേധമൊന്നും ഇതുവരെ നടത്തി നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ പ്രതിഷേധങ്ങൾ ഇന്നും ഇന്നലെയും അഖില പറഞ്ഞു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഇതിനൊന്നും ഒരു അറുതി വരുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യ പ്രക്രിയയിൽ എന്തായാലും പ്രതിഷേധങ്ങൾ വേണം, എങ്കിൽ മാത്രമേ തെറ്റുകൾ തിരുത്തപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പേടിയെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി ഇതിനൊരു അതിർവരമ്പ് വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു. ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന ആക്രമണം എന്നല്ല, അവരും അതൊരു മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ശ്രമിച്ചതാണ് കൂത്തുപറമ്പിലെ വലിയ സംഭവങ്ങളൊക്കെ ആയി വന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ KM മാണി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ എന്താണ് നിയമസഭയിൽ കണ്ടത്? പൊതുമുതൽ അങ്ങനെ നശിപ്പിക്കുകയല്ലേ, സ്പീക്കറുടെ ചെയറൊക്കെ പറന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഒരു അറുതി വരുന്നതേയില്ല. ചർച്ചകളും ഡിബേറ്റുകളും ഒരറ്റത്തൂടി നടന്നു പോകുന്നു. ഉരുളക്കുപ്പേരി പോലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുന്നു, വേറൊരു വിഷയം കിട്ടുമ്പോൾ ഡൈവേർട്ട് ചെയ്തത് പോവുകയാണ്. അതല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു വിഷയം. അതായത് അടിക്ക് തിരിച്ചടി എന്നുള്ള തരത്തിലുള്ള പ്രതിഷേധം മാറ്റിവെക്കേണ്ട കാലമൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു. ജനാധിപത്യ സമൂഹമാണ്, അതിനപ്പുറത്തേക്ക് സാക്ഷര സമൂഹമാണ്. എല്ലാം കാണുകയും എല്ലാത്തിനോടും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിനപ്പുറത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ പ്രചരിച്ചതിന് ശേഷം എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ആളുകളാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ. ഈ മുമ്പൊക്കെ ഒരു പത്രത്തിൽ നിന്ന് വായിച്ചറിയുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ കാണുന്ന ഒരു വാർത്തയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സാധാരണക്കാരൻ്റെ മുന്നിൽ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വിരൽത്തുമ്പിലെല്ലാം അവർക്ക് ലഭ്യമാണ്. ഈ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം ഓരോ ആളുകളുടെയും കയ്യിൽ ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ ഡേറ്റ ചോർത്തൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ഡേറ്റയും അവരുടെ കയ്യിലുണ്ട്. അപ്പം സാക്ഷര സമൂഹമാണ്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള തലമുറയാണ് വളർന്നു വരുന്നത്. അവരുടെ മുന്നിലാണ് ഇത്തരത്തിലുള്ള അഭിനയം, അല്ലെങ്കിൽ അഭിനയം അത് വീണ ജോർജിനെ പറ്റി പറഞ്ഞതല്ല ഞാൻ, അത് പൊതുവായി ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞതാണ്. ഇത് CPM എന്നല്ല, കോൺഗ്രസ് എന്നല്ല, BJP എന്നല്ല, ആരായാലും അങ്ങനെ ഒരു സാക്ഷര സമൂഹത്തിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുമായി എത്തുന്നത്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആളുകൾ വെറും മണ്ടന്മാരല്ല. എല്ലാ കാലത്തും അവരെ നമുക്ക് എല്ലാ തരത്തിലും പറ്റിക്കാനൊന്നും കഴിയില്ല എന്നുകൂടി രാഷ്ട്രീയക്കാർ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും അഖില പറഞ്ഞതുപോലെ കാലം മാറി. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുൻപും എന്ത് കാണിക്കുന്നതിന് മുൻപും 2 വട്ടം ഒന്ന് നേതാക്കൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, അല്ലേ? എന്തായാലും സമരങ്ങളിലൂടെയും സന്ധിയില്ലാത്ത പോരാട്ടങ്ങളിലൂടെയുമാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ ജനാധിപത്യ സമൂഹം ഉണ്ടായത്. പക്ഷേ സമരം എങ്ങനെ വേണമെന്നതാണ് പ്രധാനം. അടിക്ക് തിരിച്ചടി എന്നതാണ് മാറേണ്ടത്. പ്രതിഷേധങ്ങൾക്ക് പരിധി നിശ്ചയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു എന്നത് വസ്തുതയെങ്കിൽ നടപടി വേണം. സംഭവിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിലും നടന്നത് അഭിനയമായാലും
വസ്തുതകൾ പുറത്തു വരട്ടെ. നന്മയുള്ള കേരളം പുലരട്ടെ.